വിശദമായി നോക്കാം. ഭാരതാംബ ചിത്ര വിവാദത്തിന് പിന്നാലെ രൂക്ഷമായതാണ് സർക്കാർ ഗവർണർ പോര്. അതിന് പിന്നാലെ ആരംഭിച്ച സംഘർഷങ്ങളാണ് കേരള സർവകലാശാലയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന രൂക്ഷമായ ഭരണ പ്രതിസന്ധിക്ക് പോലും കാരണമായത്. രജിസ്ട്രാർ KS അനിൽകുമാറിനെ VC മോഹനൻ കുന്നുമ്മൽ സസ്പെൻഡ് ചെയ്യുകയും പിന്നാലെ സിൻഡിക്കേറ്റ് അത് പിൻവലിക്കുകയും ചെയ്തു. എന്നാൽ VC അനിൽകുമാറിന് ഫയലുകൾ കൈമാറരുത് എന്ന നിർദ്ദേശമായിരുന്നു നൽകിയത്. അതോടെ സർവകലാശാലയിലെ ഫയൽ നീക്കം സ്തംഭിച്ച അവസ്ഥയിലായി. ഗവർണർ കേരളത്തിലെ സർവകലാശാലകൾ RSS വൽക്കരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകൾ വിവിധ സർവകലാശാലകളിലും കേരളത്തിലെ തെരുവുകളിലും പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും പിന്നോട്ടു പോകാൻ ഗവർണറോ ഗവർണർ ചുമതലയേൽപ്പിച്ച VC മോഹനൻ കുന്നുമ്മലോ തയ്യാറായിട്ടില്ല. അതിനിടെയാണ് സർക്കാരിന് ആശ്വസിക്കാൻ തക്ക ഗവർണർക്ക് കനത്ത തിരിച്ചടി നൽകിയുള്ള വിധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നുണ്ടായിട്ടുള്ളത്. KTU ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടി നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവും വിധിയുമാണ് ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നുണ്ടായിട്ടുള്ളത്. സർക്കാർ പാനലിൽ നിന്ന് നിയമനം നടത്തണമെന്നായിരുന്നു സിംഗിൾ ബെഞ്ച് വിധി. ആ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഗവർണർ നൽകിയ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളുകയാണുണ്ടായത്. VCമാരെ സർക്കാർ പാനലിൽ നിന്ന് തന്നെ നിയമിക്കണമെന്നും ഉത്തരവിലുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗവർണർക്കെതിരെ പോരാട്ടം ശക്തമാക്കാൻ ഈ വിധി എത്രത്തോളം സർക്കാരിന് ഗുണം ചെയ്യുന്നതാണ്? നീ എന്താകും ഗവർണറുടെ നീക്കം? നോക്കാം. തിരുവനന്തപുരത്ത് നിന്ന് സേഫ് സ്നേഹലബ്ദീൻ വിശദീകരിക്കും. ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ ഗവർണറായി വന്നത് മുതലാണ് രാജ്ഭവനും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള പോര് ആരംഭിക്കുന്നത്. വിവിധ വിഷയങ്ങളിൽ ആ പോര് കടന്നുപോകുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിലെ ജനത കണ്ടുകണ്ട് വരികയായിരുന്നു. വിവിധ ബില്ലുകളിൽ ഒപ്പിടുന്നില്ല, സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടലുകൾ, താൽക്കാലിക VCമാരെ നിയമിക്കുന്നു, സ്ഥിരം VCമാരെ നിയമിക്കുന്നില്ല. അങ്ങനെ പോരാട്ടം സുപ്രീം കോടതി വരെ എത്തിച്ചേർന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ പോയതിന് പിന്നാലെ രാജേന്ദ്ര അർലേക്കറെ ഗവർണറായിട്ട് കേന്ദ്ര സർക്കാർ നിയമിക്കുന്നു. അപ്പോഴും ആദ്യഘട്ടത്തിൽ ആദ്യത്തെ 1-2 മാസം അത് ഒരു മധുവിധു പീരീഡ് പോലെ സുഗമമായി മുന്നോട്ട് പോയെങ്കിൽ പിന്നീട് അതായിരുന്നില്ല അവസ്ഥ. സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗവർണർ ഇടപെടുന്നു. ഭാരതം കാവിക്കൊടിയേന്തിയ സ്ത്രീയുടെ ചിത്രം വെച്ചതിൻ്റെ പേരിൽ മന്ത്രിമാർ രാജ്ഭവനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. സർവകലാശാലയുടെ പരിപാടികളിൽ ബഹളമുണ്ടാകുന്നു. വിദ്യാർത്ഥികൾ ആ പ്രതിഷേധവുമായി തെരുവിൽ വീണ്ടും ഇറങ്ങുന്നു. രാജ്ഭവനുമായി അടുത്ത ബന്ധമുള്ള സർവകലാശാല VCമാർ അവിടെ എത്തിച്ചേരുന്നില്ല, താൽക്കാലിക VCമാരെ നിയമിക്കുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി കാണുന്നുണ്ട്. അതിനിടയിലാണ് ചാൻസലർ കൂടിയായ ഗവർണർക്ക് ഒരു തിരിച്ചടി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ സിംഗിൾ ബെഞ്ചിൽ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടായിരുന്നു. 2 VCമാരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടാണ് ആ തർക്കം. ഒന്ന് KTU സർവകലാശാലയിലെയും അതുപോലെ തന്നെ ഡിജിറ്റൽ സർവകലാശാലയും താൽക്കാലിക VCമാരെ നിയമിച്ചത് അത് സർക്കാരിൻ്റെ പട്ടികയിൽ നിന്ന് വേണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സിംഗിൾ ബെഞ്ച് ആദ്യം ഉത്തരവിറക്കുകയും ചാൻസലർ കൂടിയായ ഗവർണർ അതിനകത്ത് ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ പോവുകയും ചെയ്തു. അപ്പോഴും ഹൈക്കോടതി ആ സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയെ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സർക്കാരിൻ്റെ പട്ടികയിൽ നിന്ന് വേണം നിയമനം നടത്താൻ എന്നുള്ള വാദത്തെ ഏതാണ്ട് ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ അത് നിയമപോരാട്ടത്തിൻ്റെ മറ്റു വഴികളിലേക്ക് പോകുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും അനുകൂലമായ വിധിയായി അതിനെ അവർ വ്യാഖ്യാനിക്കുന്നുണ്ട്. കാരണം മാനദണ്ഡങ്ങൾ പാലിക്കാതെ, സർവകലാശാല സ്റ്റാറ്റ്യൂട്ടുകൾ പരിഗണിക്കാതെ, സ്ഥിരം VCമാരെ നിയമിക്കാൻ വേണ്ടിയുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാതെ താൽക്കാലിക VCമാരെ നിയമിക്കുന്ന ചാൻസലറുടെ നടപടിക്കുള്ള തിരിച്ചടിയായിട്ട് സംസ്ഥാന സർക്കാർ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഗവർണർക്ക് മുന്നിലേക്ക്, ചാൻസലർക്ക് മുന്നിലേക്ക് ഇനി ഔദ്യോഗികമായി തന്നെ ഒരാവശ്യം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. കേരളത്തിലെ സർവകലാശാലകൾ, സ്ഥിരം VCമാരില്ലാത്ത സർവകലാശാലകളിൽ സ്ഥിരം VCമാരെ നിയമിക്കാൻ വേണ്ടിയുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണം എന്ന ആവശ്യം അത് ഗവർണർക്ക് മുന്നിലേക്ക് വെക്കും. സർക്കാരിൻ്റെ പട്ടിക പരിഗണിക്കണമെന്ന ആവശ്യം കൂടി മുന്നോട്ട് വെക്കും. അപ്പോഴും ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. സിംഗിൾ ബെഞ്ചിൽ നിന്നും ഡിവിഷൻ ബെഞ്ചിൽ നിന്നും തിരിച്ചടി നേരിട്ട ചാൻസലർ അല്ലെങ്കിൽ ഗവർണർ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യം. സുപ്രീം കോടതി ഒരു നിയമവഴിയായി നിലനിൽക്കുകയാണ്. കാരണം ഹൈക്കോടതി എതിരായി വിധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത കോടതി എന്ന് പറയുന്നത് പരമോന്നത കോടതിയാണ്. പരമോന്നത കോടതിയിലേക്ക് പോകുമോ, അവിടെയും പോയി തിരിച്ചടി വാങ്ങിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. സർക്കാർ പറയുന്നത് അവിടെ പോയാലും തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ്. സർക്കാർ അത് മുൻകൂട്ടി കാണുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആ നിയമ പോരാട്ടങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടില്ല. സർവകലാശാലകളെ സംഘപരിവാരവൽക്കരിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ചാൻസലർമാർ ഇത്തരത്തിലുള്ള രാജ്ഭവനുമായി ബന്ധമുള്ള RSSുമായി ബന്ധമുള്ള ആൾക്കാരെ താൽക്കാലിക VCമാരെ നിയമിക്കുന്നതെന്ന ആരോപണം
രാഷ്ട്രീയമായി ഉന്നയിക്കുന്നതിനൊപ്പം തന്നെ നിയമപരമായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന വഴിയിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിയമവഴിയിൽ ഗവർണർ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് പിന്നാലെ സംസ്ഥാന സർക്കാരും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു തരത്തിൽ നിയമ പോരാട്ടം നടക്കുമ്പോൾ മറ്റൊരു തരത്തിൽ രാഷ്ട്രീയ പോരാട്ടം നടത്തുക എന്നുള്ളതാണ് നിലവിൽ CPM തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ SFI ആയിരുന്നെങ്കിൽ രണ്ടാം ഘട്ടത്തിലേക്ക് DYFI വരുന്നു. ഇനി മൂന്നാം ഘട്ടത്തിലേക്ക് CPM നേരിട്ട് തന്നെ ഇറങ്ങും. നാലാം ഘട്ടത്തിലേക്ക് ഇടതുമുന്നണി ഒന്നാകെ ഇറങ്ങി ഗവർണറെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് എടുത്തിരിക്കുന്ന തീരുമാനം. തെരഞ്ഞെടുപ്പ് വർഷമാണ്. സ്വാഭാവികമായിട്ടും എല്ലാത്തിനു പിന്നിലും രാഷ്ട്രീയമുണ്ട്. സംഘപരിവാറിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കുന്നത് ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുക കൂടിയായിരിക്കാം ഗവർണറുമായി ബന്ധപ്പെട്ടുള്ള ഈ പോരാട്ടത്തിൽ ഇടതുമുന്നണിയിൽ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ലക്ഷ്യം. ഇന്നത്തെ അനുകൂല വിധിയിൽ സംസ്ഥാന സർക്കാരിന് വലിയ ആശ്വാസമാണുള്ളത്. അതിനെ മറികടക്കാൻ രാജ്ഭവനിൽ നിന്ന് അവർ സുപ്രീം കോടതിയിലേക്ക് പോകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. യെസ്, എന്തായാലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നുണ്ടായ വിധി ഉത്തരവ് അത് ഗവർണർ നടത്തിയിട്ടുള്ളതെല്ലാം അത് നിയമവിരുദ്ധ ഇടപെടലുകളാണ് എന്ന് തെളിഞ്ഞതായി എന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണം വരുന്നത്. എന്തായാലും സർക്കാർ ഗവർണർ പോരിന് ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ഒരു വിധി സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്, വലിയ കരുത്തു പകരുന്നത് തന്നെയാണ്. ഇനി ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ വിധിക്ക് പിറകെ സുപ്രീം കോടതിയിലേക്ക് ഗവർണർ പോകുമോ, രാജ്ഭവൻ നീങ്ങുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് പോവുകയാണ്.